എല്ലാവർക്കും പ്രിയ കുക്കിംഗ് വേളയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മസാലപ്പത്തിരി ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കോംബോ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വഴുതന ചമ്മന്തിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി തന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഇടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം. നമ്മൾ കോംബോൻ്റെ ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ചമ്മന്തി നമുക്ക് ദോശയുടെ ഒപ്പമോ അല്ലെങ്കിൽ വെള്ളാപ്പത്തിൻ്റെ ഒപ്പമോ ഇഡ്ഡലിയുടെ ഒപ്പമോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഈ മസാലപ്പത്തിരിയുടെയും ഈ ഒരു വഴുതന ചമ്മന്തിയുടെയും റെസിപ്പിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. അപ്പോൾ നമുക്ക് ആദ്യം മസാലപ്പത്തിരി ഉണ്ടാക്കാം. ഈ ഒരു പത്തിരി തനിയെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റുള്ള ഒരു പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാനിലേക്ക് നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 കപ്പ് നൈസ് വറുത്ത അരിപ്പൊടി, നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന സാധാരണ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നൈസ് പത്തിരി ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതും ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കാറ് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ആക്കും ആദ്യം, എന്നിട്ടാണ് നമ്മൾ ചൂടാക്കാറ്. ചൂടാക്കിയിട്ട് അപ്പോൾ കുഴയ്ക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പത്തിരിയൊക്കെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ കൈപ്പത്തിരി പോലെ ഇത്തിരി കട്ടിയിലുള്ള പത്തിരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളം അതിനായിട്ടും കൂടുതലായിട്ട് നിൽക്കണം. അപ്പോൾ അതേ കണ്ട ഇതുപോലെ 1 കപ്പ് പൊടി ഇട്ടിട്ട് അതിലേക്ക് 2.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കട്ടയിലാണ് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ, അതും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വല്ലാണ്ട് മുന്നിലേക്ക് നിൽക്കേണ്ട ഉപ്പ്, പത്തിരിയല്ലേ, ഇത്തിരി ഒന്ന് ഒരു പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് ഇളക്കിക്കൊണ്ട് നമുക്ക് തിളപ്പിച്ചെടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കുക കേട്ടോ. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കുറുകി കിട്ടും. അപ്പോൾ ആദ്യം ഇങ്ങനെ കട്ട കട്ടിയൊക്കെ വരും. പക്ഷേ ആ കട്ടയൊക്കെ കുറച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് മിക്സായിട്ട് തന്നെ വരും. ഇനി ഇത് ഈ കട്ട ഇങ്ങനെ ഇതുപോലെ കെട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ലോ ആക്കി വെച്ചെടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് പെട്ടെന്ന് തന്നെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. സാധാരണ നൈസ് പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് എടുക്കാറ്. അപ്പോൾ അത് അത്ര മതി. കാരണം മാവ് ഇത്തിരിയും കൂടി ഇതിനെക്കാട്ടും ഇത്തിരിയും കൂടി ടൈറ്റായിട്ടാണ് അതിൻ്റെ മാവിരിക്കുക. അപ്പോൾ ഇതിൻ്റെ മാവ് ഇത്തിരി സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഈ ഒരു പരിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് മൂടി വയ്ക്കുക. മൂടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ നിന്ന് മാറ്റി വയ്ക്കുക കേട്ടോ, വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഈ നേരം നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ടൊരു മിക്സി ജാറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 3/4 കപ്പ് നാളികേരം ചെറിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ചുവന്നുള്ളി ഇട്ട ചെറിയ ഉള്ളി ഒരെണ്ണം രണ്ടാക്കിയിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കതിര് വേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക്, ഞാനിവിടെ പകുതി പച്ചമുളക് എടുക്കണം കേട്ടോ. അപ്പം നല്ല എരിവുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പകുതിയൊക്കെ എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, നല്ല ജീരകവും പെരുംജീരകവും രണ്ടും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് വെള്ളമില്ലാതെ പൾസ് മോഡിലിട്ടിട്ടൊരു 2 തിരി തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്കത് അതിലേക്ക് മൂടി തുറന്നിട്ട് ഈ മസാല മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പെരുംജീരകവും ജീരകവും ഉള്ളിയും ഒന്നും ഇടാൻ മറക്കരുത് കേട്ടോ. ഇത് എല്ലാം മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇതിൻ്റെ നല്ലൊരു ഇത് ഈ പത്തിരി ചൂടായി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു മണം ശരിക്കും ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരും. ഇനി ഇതെല്ലാം മസാല എല്ലാം നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആക്കി. ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ ചൂട് കൊടുക്കണേ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഒന്ന് കുഴച്ച് ഇത്തിരി ലൂസായിട്ട് തന്നെയാട്ടോ, വല്ലാണ്ട് ടൈറ്റ് ആയിട്ടില്ല നമ്മുടെ മാവ്. നന്നായി കുഴച്ച് മിക്സാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ വാഴയിലയിലോ എന്തിലെങ്കിലും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ അതിൽ നിന്ന് ഓരോ ഉണ്ടകളായിട്ട് വെച്ച് പരത്തി നമുക്ക് ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കും. ഇത്തിരി കനത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും. ഇത്തിരി കനത്തിൽ തന്നെ പരത്തുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഓരോന്നും എല്ലാം ഇതുപോലെ തന്നെ ഇത്തിരി കനത്തിൽ തന്നെ പരത്തിയിട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടായി വരണം കേട്ടോ. ഒരു സൈഡ് അടിയിലത്തെ ഇട്ട ഭാഗം നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. പത്തിരി നമുക്കറിയാലോ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇട്ട ഉടനെ തന്നെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. ഒന്ന് ചൂടായി ഒന്ന് ഇത്തിരി ഉറച്ചതിന് ശേഷം തിരിച്ചിട്ടിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചും ചുട്ടെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പത്തിരിയായിട്ട് നമുക്ക് വേറെ കറികളൊന്നും ഇതിനാവശ്യമില്ല, തനിയെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മസാലപ്പത്തിരി നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്നത്തെ കാണിച്ച അളവിൽ നമുക്ക് 10-15 ഇതുപോലത്തെ ചെറിയ സൈസ് കനത്തിലുള്ള പത്തിരി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് വഴുതന ചമ്മന്തി കാണാം. 2 ചെറിയ സൈസ് വഴുതന എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വഴുതിനോണ്ട് എന്തുണ്ടാക്കുന്നുണ്ടെങ്കിലും മെഴുക്ക് വരട്ടി ആയാലും മറ്റേത് വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് അതൊന്ന് ഞെരടി നന്നായിട്ട് എടുക്കണം. അതിലത്തെ ആ കറിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ അതിലത്തെ ആ ഒരു സൊളാനയിൽ നിന്ന് മറ്റൊരു ടോക്സിക് ആയിട്ടൊരു എലമെൻറ്റ് ഉണ്ട് അതിൽ. അതാണ് നമുക്ക് ഈ ഒരു ചിലർക്ക് ഇത് കഴിക്കുമ്പോഴൊക്കെ കയപ്പുണ്ടാവും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ. പിന്നെ ചിലർക്കും അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായൽ തൊലി പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞെരടി പിഴിഞ്ഞിട്ട് ആ ഉള്ള വെള്ളം കളയുക കേട്ടോ. അങ്ങനെ മാറ്റി വയ്ക്കുക.
ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക്, എൻ്റെ നല്ല എരിവുള്ള വറ്റൽമുളകാണ്, അപ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുക്കണുള്ളൂ. എരിവ് കുറവാണെങ്കിൽ 2ഓ 3ഓ വരെ ഇട്ട് കൊടുക്കാം. പിന്നെ 4 ചുവന്നുള്ളി, ചെറിയ ഉള്ളി മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസ് സവാള റഫായിട്ട് ഇത്തിരി കനത്തിൽ തന്നെ അരിഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ 10 അല്ലി വെളുത്തുള്ളി മുഴുവനോടെ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തിയിൽ എരിവും പുളിയും ഉപ്പൊക്കെ നന്നായിട്ട് മുന്നിട്ട് നിൽക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി റഫായിട്ട് തന്നെ ഇത്തിരി കനത്തിൽ തന്നെ ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ വഴുതന മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ആ മസാലകൾ ഇത് നമ്മൾ അരയ്ക്കൊക്കെ അരച്ചതിന് ശേഷമൊക്കെയാണ് പിന്നീടുള്ള മസാലകളൊക്കെ നമ്മൾ ചേർക്കുക കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇത്ര മതി. ഇനി മൂടി വെച്ചിട്ട് ഇതൊരു പാതി വേവ് ആവുന്നത് വരെ ഒന്ന് മൂടി വെച്ചാൽ മതിയാവും. പാതി വേവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെയും മൂടി വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് വെന്തോട്ടെ കേട്ടോ. തക്കാളിയും വഴുതനയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്നടഞ്ഞ് വരുന്ന ഒരു ഫുള്ളായിട്ടൊന്ന് വെന്തോട്ടെ. അപ്പോൾ അതേ മുഴുവനായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ. ഇനി ഇതിലേക്ക് നമുക്ക് പുളി വേണം. അപ്പോൾ തക്കാളി നമ്മൾ 2 മീഡിയം സൈസാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഒപ്പം പുളിയും കൂടെ കോൽപ്പുളി പിഴിഞ്ഞ്, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കോൽപ്പുളിയാണ് കേട്ടോ, പിഴിഞ്ഞ് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സാക്കി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയാവും. നന്നായിട്ട് മിക്സാക്കി ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുത്തതിന് ശേഷം വേണം ഇനി നമുക്കിതിലേക്കുള്ള മറ്റ് മസാലകൾ ചേർക്കണമെങ്കിൽ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സി ജാറിൻ്റെ വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് വലിയ ജാറിൽ നമുക്ക് ഇട്ടിട്ട് വെള്ളം ഇല്ലാതെ തന്നെ ഇത്തിരി തരിതരിപ്പായിട്ട് അരച്ച് ഒരു 80% കരവ് മതിയാവും. അങ്ങനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്താൽ മതിയാവും, വെള്ളമില്ലാതെ അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോസൊക്കെ ഒന്ന് കാണാട്ടോ. എന്നിട്ട് കമൻസിൽ ഓരോ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക. കാരണം എനിക്ക് കുറേ മെസ്സേജസ് ഇങ്ങനെ വരാറുണ്ട്, ഇതിൽ പഞ്ചസാര ചേർത്തില്ലേ, ഈസ്റ്റ് ചേർക്കണില്ലേ, അങ്ങനെ കുറേ കമൻസിൽ ഇങ്ങനെ വരാറുണ്ട്. മുഴുവനായിട്ട് കാണാതെയാണ് അങ്ങനെ ചോദിക്കണത്. മുഴുവനായിട്ട് കണ്ടിട്ട് തന്നെ കമൻസൊക്കെ അയക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമ്മൾ അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ പാനിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി വെക്കട്ടെ, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കാച്ചെടുക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കായംപൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം മിക്സിയിലുള്ള നമ്മുടെ അരപ്പ് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചിറ്റിച്ച് ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പാനിലുള്ള ആ വെള്ളം നമ്മൾ നേരത്തെ മിക്സാക്കിയത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിയൊക്കെ ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇടാം. പിന്നെ മല്ലിയില അരിഞ്ഞതാണ് കേട്ടോ, മല്ലിയില നന്നായിട്ട് തന്നെ 2 കൈപ്പിടിയോളമൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് വരും. പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരണം കേട്ടോ, നല്ലൊരു തിള വരുന്നത് വരെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഈ വഴുതന ആയതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് ഇഷ്ടം പോലെ ചമ്മന്തി കഴിക്കാനായിട്ടുണ്ടാവും. വഴുതന ചമ്മന്തിയാണെന്ന് പറയണ്ട, നമ്മൾ പറയാതെ തന്നെ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഇത് അങ്ങനെ കഴിച്ചോളൂ. വഴുതനയാന്ന് പറയുമ്പോഴാണ് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല, ഈ വഴുതനയാന്ന് പറയും. പക്ഷേ പറയാതെ തന്നെ ഇത് ചമ്മന്തിയായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ എല്ലാവരും കഴിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിച്ച് എണീക്കും. അപ്പോൾ അതേ ചമ്മന്തി ഇട്ടതിന് ശേഷം ഞാൻ ആ ചട്ടിയിലേക്ക് കുറച്ചും കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെളിച്ചെണ്ണയിൽ. എന്നിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് താളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ശേഷം. അപ്പോൾ ആ പച്ച വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ നല്ലൊരു ഫ്ലേവറുണ്ട് ചമ്മന്തിയിലേക്കൊക്കെ. അവസാനം പച്ച വെളിച്ചെണ്ണ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇതും കൂട്ടിയിട്ട് പത്തിരിയുടെ ഒപ്പം നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.